അസ്സലാമു അലൈക്കും. തഹജ്ജുദ് നിസ്കാരത്തെക്കുറിച്ചാണ് ഞാനിന്ന് ഈ വീഡിയോയിൽ പറയുന്നത്. ഏറ്റവും പുണ്യമുള്ള നിസ്കാരമാണ് തഹജ്ജുദ് നിസ്കാരം. തഹജ്ജുദ് നിസ്കരിക്കാൻ അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. വളരെ എളുപ്പമുള്ള നിസ്കാരമാണ് തഹജ്ജുദ്. തഹജ്ജുദ് എന്നാൽ ഉറക്കം ഒഴിവാക്കുക എന്നതാണ് ഇതിൻ്റെ അർത്ഥം. എല്ലാവരും നല്ല ഉറക്കത്തിലാകുന്ന സമയം അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ച് എഴുന്നേറ്റ് നിസ്കരിക്കുന്നതാണ് തഹജ്ജുദ്. നമ്മൾ എന്താഗ്രഹിച്ച് ഈ നിസ്കാരം നിലനിർത്തിയാൽ ആ ആഗ്രഹം നടക്കുന്നതാണ്. തഹജ്ജുദ് നിസ്കരിക്കേണ്ട സമയം നമ്മൾ ഇഷാ നമസ്കരിച്ച് ഒന്ന് ഉറങ്ങിയതിന് ശേഷമാണ് നിസ്കരിക്കേണ്ടത്. സുബഹി ബാങ്ക് വിളിക്കുന്നത് വരെ തഹജ്ജുദ് നമസ്കരിക്കാൻ സമയമുണ്ട്. തഹജ്ജുദ് നിസ്കാരത്തിൻ്റെ പ്രാധാന്യം എന്തെന്ന് വെച്ചാൽ നമ്മൾ ഒന്ന് ഉറങ്ങിയതിന് ശേഷം മാത്രമേ തഹജ്ജുദ് നമസ്കരിക്കാവൂ. ഏറ്റവും ശ്രേഷ്ഠമായ സമയം എന്ന് പറയുന്നത് സുബഹിക്ക് തൊട്ട് മുമ്പുള്ള സമയമാണ്. ഈ സമയത്ത് നിസ്കരിച്ചാൽ ഏറ്റവും കൂലി കിട്ടുന്ന സമയമാണ്. തഹജ്ജുദ് നിസ്കരിക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ സാധാ നിസ്കരിക്കുന്ന സുന്നത്ത് നമസ്കാരം കണക്ക് തന്നെയാണ്. തഹജ്ജുദ് നിസ്കാരത്തിൻ്റെ നിയ്യത്ത് എന്ന് പറയുന്നത് അള്ളാഹുവിന് വേണ്ടി ഞാൻ 2 റക്അത്ത് തഹജ്ജുദ് സുന്നത്ത് നിസ്കാരം ഞാൻ നിർവഹിക്കുന്നു എന്നാണ്. തഹജ്ജുദിൻ്റെ റക്അത്ത് എന്ന് പറയുന്നത് ചുരുങ്ങിയത് 2 റക്അത്താണ്. നിങ്ങൾക്ക് കൂടുതൽ റക്അത്ത് നിസ്കരിക്കാം. തഹജ്ജുദിൽ ഓതേണ്ട സൂറത്തുകൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൂറത്തുകൾ ഓതാം. ചെറിയ സൂറത്തായ ഫലക്ക്, നാസ്, ഇഖ്ലാസ് എന്നിവ ഓതാം. 1-ാം റക്അത്തിൽ കാഫിറൂൻ ഓതിയാൽ 2-ാം റക്അത്തിൽ ഇഖ്ലാസ് ഓതുക. ഇങ്ങനെ ഓതുന്നതാണ് നല്ലത്. തഹജ്ജുദ് നിസ്കാരം പതിവാക്കാൻ ശ്രമിക്കുക. തഹജ്ജുദ് നിസ്കരിച്ചാൽ ഒരുപാട് പ്രതിഫലങ്ങൾ അള്ളാഹു നമുക്ക് തരുന്നതാണ്. പ്രധാനമായും 7 നേട്ടങ്ങളാണുള്ളത്. ഒന്നാമതായി അള്ളാഹുവിനെ കാണാനുള്ള സൗഭാഗ്യം. രണ്ടാമതായി അള്ളാഹുമായുള്ള അടുപ്പം. 3 മനസ്സിൻ്റെ രോഗങ്ങൾക്ക് അഥവാ അസൂയ, പക എന്നിവ മാറിക്കിട്ടും. 4 സ്വർഗത്തിൽ ഉന്നതമായ പദവി കിട്ടും. 5 പാപമോചനം. 6 പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരം. 7 വിചാരണ കൂടാതെ സ്വർഗത്തിൽ കടക്കാൻ പറ്റും. പതിവായി തഹജ്ജുദ് നിസ്കരിക്കുക. പതിവായി നിസ്കരിക്കുന്നവർക്ക് ജീവിതത്തിൽ തന്നെ ബർക്കത്തുണ്ടാകും. എല്ലാവരും നിസ്കരിക്കുമല്ലോ ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.